വാർത്തകളിലേക്ക്. ഓരേ പിയ എന്ന ഹിന്ദി ഗാനം പാടാത്ത മലയാളി ചുണ്ടുകൾ ഉണ്ടാവില്ല. എന്നാൽ ഈ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും വൈറലാവുകയാണ്, അതും ഒരു കൊച്ചുമിടുക്കന്റെ സ്വരമാധുര്യത്തിലൂടെ. തൃശൂർ മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ അഹമ്മദ് നജാദാണ് മലയാളികളുടെ മനസ്സ് കവർന്നിരിക്കുന്നത്. ആദ്യമേ കൊച്ചുമിടുക്കന്റെ പാട്ട് കേൾക്കാം. പാട്ട് വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാൻ അഹമ്മദ് നജാദ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം അഹമ്മദ് നജാദ്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലതന്നെ. ഇപ്പോ പെട്ടെന്ന് ഒരു പാട്ടൊക്കെ വന്നു, ഒരേ പിയൊക്കെ പാടി സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി. എല്ലാവരും ഇപ്പോൾ അഹമ്മദിന്റെ പാട്ട് കേൾക്കുന്നുണ്ട്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ആവുന്നു. ഇത് എവിടെയാണ് ഈ പാട്ട് പാടിയത്? ഇത് ഏത് വേദിയിലാണ് ഇങ്ങനൊരു പാട്ട് പാടിയത് വൈറലാവുന്നൊക്കെ? ഇതിന്റെ തുടക്കം എങ്ങനെയാ? ചെർപ്പുളശ്ശേരി. ഞാന് ഫസ്റ്റ് മെഹബൂബ എന്ന് പറയുന്ന പാട്ട് പാടി വൈറലായിരുന്നു. അപ്പോഴും ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഫേമസ് ആയിരുന്നു. ഇപ്പോ ചെർപ്പുളശ്ശേരിയിലെ എസ് ഗ്രൂപ്പിന്റെ ഒരു ഫുട്ബോൾ ടീമിന്റെ ലോഞ്ചിങ് ആയിരുന്നു. അവിടെ അവസാനം ഒരു പാട്ട് പാടിയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാതെ വൈറലായി. ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാറുണ്ടോ? സ്കൂളിലൊക്കെ പാടാറുണ്ടോ? സ്കൂളിൽ ഇടയ്ക്കിടെ പാടാറുണ്ട്. ഇപ്പൊ കലോത്സവമൊക്കെ വരില്ലേ. കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. 8th പഠിക്കുന്നു. അപ്പോ സ്കൂളിലെ കലോത്സവങ്ങൾക്ക് സ്ഥിരമായി പങ്കെടുത്ത സമ്മാനമൊക്കെ സ്കൂളിന് വാങ്ങിക്കൊടുക്കുന്ന ആളാണ്? ഞാൻ ഇപ്പൊ ഒരു പുതിയ സ്കൂളിൽ ചേർന്നു, സെന്റ് ജോസഫ് മതിലകം. കൂട്ടുകാർക്കൊക്കെ കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കാണും. ഈ പാട്ടൊക്കെ വൈറലായി പെട്ടെന്ന് അങ്ങ് ഫേമസ് ആയി, ഭയങ്കര പ്രശസ്തിയായില്ലേ? ആ പാട്ടൊന്ന് പാടി കേൾപ്പിക്കാമോ നമുക്ക് വേണ്ടിട്ട്? ഓക്കെ, പാടിക്കോളൂ. ताना बाना ताना बाना बुनती हवा है, बुनती हवा, बूंदे भी तो आए नहीं बाज यहाँ है, सागिश में शामिल सारा जहां है, हर जर्रे जर्रे की ये इल्तिजा है, ओरे पिया है, ओरे पिया, ओरे पिया, അഹമ്മദ് പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പാടി തുടങ്ങി ഈ അടുത്ത കാലത്താണ് സംഗീതം പഠനത്തിലേക്കൊക്കെ കടന്നത്. അപ്പൊ അതിന് മുന്നേ പ്രാക്ടീസ് ഒന്നും തന്നെത്താനെ പാടുന്നു പഠിക്കുന്നു അങ്ങനെയായിരുന്നോ? അങ്ങനല്ലേ, ചെറുപ്പത്തിലേ ചെറുതായിട്ട് പാടി. ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തില്ല? അല്ല, ചെറുപ്പത്തിൽ പാട്ടും പഠിച്ചില്ല. ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടേ ഇല്ല. ചെറുപ്പത്തിൽ. വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടോ? പൂർണ്ണ പിന്തുണ ഉണ്ടാവുമല്ലോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് വാപ്പ, ഉമ്മ, പിന്നെ ഇത്ത,
ഇക്ക പിന്നെ വല്യമ്മയുണ്ട്. ഈ പാട്ട് പാടുന്നത് ആരുടെ കയ്യിൽ നിന്ന്? വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ പാട്ട് പാടാറുണ്ടോ? ആ അപ്പൊ പാട്ട് പാടും. പിന്നെ ഇത്ത ചെറുതായിട്ട് പാട്ട് പാടും. പിന്നെ ഞങ്ങളെ വാപ്പാടെ അനിയന്മാര് എല്ലാരും കൂടി ഏകദേശം എല്ലാരും പാട്ട് പാടും. അങ്ങനെ വിരുന്നൊക്കെ വരുമ്പോ എല്ലാരും കൂടി പാട്ടൊക്കെ പാടി. അഹമ്മദിന്റെ ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാണ്? ഏത് ഗായകന്റെ പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളതും പാടാൻ നോക്കാറുള്ളതും ഒക്കെ ആരുടെ പാട്ടുകളാണ്? ഹനാൻ ഷാ. ഷാ. മലയാളത്തിലോ? മലയാളത്തില് വിജയേശുദാസ്. വിജയദാസിന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണല്ലേ? ആ ഓ, വലുതാവുമ്പോ വലിയ പാട്ടുകാരനാവണമെന്നാണ് ആഗ്രഹം. മറ്റെന്തൊക്കെയാണ് അജാസിന്റെ വിശേഷങ്ങൾ? നല്ലതന്നെ. അവിടെ സുഖമായിട്ടിങ്ങനെ പോകും. ഒരു പാട്ട് കൂടി ഒന്ന് പാടി കേൾപ്പിക്കുമോ നമുക്ക് വേണ്ടിട്ട്? अभी मुझ में कहीं बाकी थोड़ी से जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है ये लम्हा कहाँ था मेरा अब है सामने इसे छू लूं जरा मर जाऊं या जी लूं जरा खुशियाँ चूम लूं या रो लूं जरा मर जाऊं या जी लूं जरा. മനോഹരമായിട്ട് പാടി. അപ്പൊ എനിക്ക് ഒരു പാട്ട് കൂടെ കേൾക്കണം. ഹനാന്റെ കവർ സോങ്ങുകളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരു സോങ് കൂടെ പാടി കേൾപ്പിക്കുമോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? മലർന്നു മലരാത പാതി മലർ പോൽ നടந்த ഇളത്തെன்றலே வந்து விடிந்தும் விடியாத காலை பொழுதால் விளைந்த கலை எண்ணமே நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே மலர் பொதிகை மலை தோன்றி மதுரை நகர் கண்ட பொழிந்த தமிழ் மந்திரமே மலர்ந்தும் மலராத பாதி மலர் போல நடந்த இளம் தென்றலே மலர் பொதிகை மலை தோன்றி மதுரை நகர் கண்ட നടந்த ഇളം തെன்றലേ. വളരെ മനോഹരമായ പാട്ടാണ് അഹമ്മദ് നജാദിൻ്റെത്. എല്ലാവർക്കും അതുകൊണ്ടാണ് എല്ലാ മലയാളികളും ഈ പാട്ട് ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ മലയാളികളുടെയും മനസ്സ് ഈ പാട്ടുകൾ കവർന്ന് എടുത്തിട്ടുണ്ട്. എന്തായാലും നന്നായിട്ട് ഇനി പാട്ട് പഠിക്കണം. കൂടുതൽ പ്രാക്ടീസുകളോട് കൂടി നന്നായിട്ട് പാട്ട് പഠിച്ച് വലിയ പാട്ടുകാരനാവട്ടെ, വലിയ ഗായകനാവട്ടെ എന്നാണ് നമ്മളുടെയും ആഗ്രഹം. ഇപ്പോൾ 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഗായകനായ നിലയിൽ കുട്ടിയെ കാണണം എന്നാണ് ആഗ്രഹം. എന്തായാലും എല്ലാ ആശംസകളും നേരുന്നു. കേരള വിഷനോട് പ്രത്യേകിച്ച് നന്ദി.